നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ ധീവരസഭയുടെ സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കലൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. 10,000 കോടിയുടെ വികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും പങ്കെടുക്കും. ലോകാരാധ്യയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയ്യെ നമസ്കരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമ്മയുടെ ജീവിതം നിസ്വാർത്ഥ സേവനത്തിനുള്ളതാണെന്ന് പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. അമൃതാനന്ദമയി ദേവിയുടെ സ്നേഹം ജീവിതത്തിൽ ലഭിച്ച സൗഭാഗ്യമെന്നും മോദി. കൊച്ചിയിൽ ധീവരസഭ സുവർണ ജൂബിലി ഉദ്ഘാടന ചടങ്ങിലായിരുന്നു മോദിയുടെ വാക്കുകൾ. കൊച്ചിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ക്ഷണമില്ല. മുഖ്യമന്ത്രി ചടങ്ങ് ബഹിഷ്കരിച്ചു. BJP സംസ്ഥാന അധ്യക്ഷനടക്കം ഔദ്യോഗിക പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിരിക്കവെയാണ് വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കാത്തത്. ദേശീയപാത വികസനം നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തത്തോടെയാണ് എന്നിരിക്കവെയാണ് പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കിയത്. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ ദേശീയപാത ആദ്യ റീച്ച് ഉദ്ഘാടനം ചെയ്ത് ഉദുമ MLA CH കുഞ്ഞമ്പു. 39 കിലോമീറ്റർ ദൂരമുള്ള തലപ്പാടി ചെങ്കള റീച്ചാണ് CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടുന്ന സംഘത്തിനൊപ്പം ഉദുമ MLA ഉദ്ഘാടനം ചെയ്തത്. BJPക്ക് തിരിച്ചടി നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ദേശീയപാതയുടെ ഉദ്ഘാടനം കാസർഗോഡ് നടന്നത്. NH66 ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വ്യക്തിപരമായല്ല, കേരളത്തെ അപമാനിക്കുന്ന നടപടിയെന്നും മന്ത്രിയെ ക്ഷണിക്കാത്ത വേദിയിൽ BJP സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിച്ചതിലൂടെ എന്താണ് നടക്കുന്നതെന്ന് ജനങ്ങൾ കാണുന്നുണ്ടെന്നും മുഹമ്മദ് റിയാസ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിലേക്ക് സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മരുമകനെ വിളിക്കേണ്ടതുണ്ടോ എന്നും രാജീവ് ചന്ദ്രശേഖർ. വിവാദമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. കാസർഗോഡ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സീറ്റ് ജോസഫ് വിഭാഗം കോൺഗ്രസിന് വിട്ടു നൽകിയതോടെ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചനകൾ. സമുദായ സമവാക്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വൈകിയ വേളയിലാണ് ബാലകൃഷ്ണന്റെ പേര് തൃക്കരിപ്പൂരിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചത്. K സുധാകരന് പരസ്യ പിന്തുണയുമായി അണികൾ. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും വെട്ടിയാൽ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ ബാധിക്കും. സുധാകരൻ സ്ഥാനമോഹിയല്ല എന്നും മത്സരിക്കുന്നതിന്റെ ഗുണം സമീപ മണ്ഡലങ്ങളിൽ പ്രതിഫലിക്കുമെന്നും അണികൾ. സ്ഥാനാർത്ഥിത്വം നൽകാതിരുന്നാൽ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്നും കോൺഗ്രസിന് മുന്നറിയിപ്പ്. BJPക്ക് പിന്നാലെ നേമം മണ്ഡലത്തിൽ ചുവരെഴുത്ത് ആരംഭിച്ച UDF. സ്ഥാനാർത്ഥിയുടെ പേരില്ലാതെയാണ് ചുവരെഴുത്ത് ആരംഭിച്ചത്. നേമം സീറ്റ് ഘടകകക്ഷികൾക്ക് നൽകാതെ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെ മത്സരിപ്പിക്കണമെന്ന് പ്രവർത്തകരുടെ ആവശ്യം. രാജ്യത്തെ ആദ്യത്തെ ദയാവധത്തിന് സുപ്രീം കോടതിയുടെ അനുമതി. 13 വർഷമായി കോമയിൽ കഴിയുന്ന UP സ്വദേശി ഹരീഷ് റാണയുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പിൻവലിച്ച് ദയാവധത്തിന് അനുമതി നൽകി സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ JB പർദിവാല, KV വിശ്വനാഥൻ എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റേതാണ് തീരുമാനം. പശ്ചിമേഷ്യൻ സംഘർഷം 12ാം ദിനത്തിൽ ഇറാനിലേക്കും ലബനനിലേക്കും കനത്ത വ്യോമാക്രമണം തുടർന്ന് ഇസ്രായേൽ. തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെ തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നുവെന്ന് ഇസ്രായേൽ സൈന്യം. ടെൽ അവീവിലേക്കും ജെറുസലേമിലേക്കുമുള്ള ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയെന്നും ഇസ്രായേൽ. ദുബായ് വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണ ശ്രമം. 2 ഡ്രോണുകൾ തകർത്ത് വ്യോമ പ്രതിരോധ സംവിധാനം. ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ എയർപോർട്ട് പരിസരത്ത് പതിച്ചു. ഇന്ത്യക്കാരുൾപ്പെടെ 4 പേർക്ക് പരിക്ക്. വിമാന സർവീസ് സാധാരണ നിലയിലെന്ന് അധികൃതർ. സ്പീക്കർ ഓം ബിർളയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തിന്മേൽ ലോക്സഭയിൽ ചർച്ച തുടങ്ങിയെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 12 മണിവരെ നിർത്തിവെച്ചു. രാജ്യസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുന്നു. രാഷ്ട്രപതിയുടെ ബംഗാൾ സന്ദർശനത്തിലെ പ്രോട്ടോകോൾ ലംഘനം രാജ്യസഭയിൽ ഉന്നയിച്ച് BJP. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനാധിപത്യം ഇല്ലാതാക്കിയവരാണ് ഇപ്പോൾ അവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് രവിശങ്കർ പ്രസാദ് MP. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.